നമ്മളിന്ന് മറ്റൊരു പെരുന്നാൾ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന മാൾട്ടയിലെ ലിയ എന്ന് പറയുന്ന ഒരു ചർച്ചിന്റെ പള്ളി പെരുന്നാളിനാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട്. ഒരുപാട് കളർ മിഠായികളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്, ഒരുപാട് കടകള്, പിന്നെ മനോഹരമായിട്ടുള്ള ഒരു വെടിക്കെട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വെടിക്കെട്ട് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അത്രയും നല്ലൊരു വെടിക്കെട്ടും എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൊത്തം കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ പതിയെ നടന്നിട്ട് നമുക്ക് ആ ഒരു ലിയ പള്ളിയുടെ അടുത്തേക്ക് നമുക്ക് പതിയെ ചെല്ലാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു സ്ട്രീറ്റിലേക്ക് ഇങ്ങനെ വന്ന് നിറയുന്നുണ്ട്. ഇതൊരു സ്ക്വയർ ആണ്, അതായത് പള്ളിയുടെ തൊട്ട് മുമ്പിലായിട്ടുള്ള നമ്മുടെ നാട്ടിലൊക്കെ ഒരു കുരിശ് പള്ളി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു ചെറിയൊരു ഏരിയയിലേക്കാണ് നമ്മൾ ഇപ്പം വന്നിരിക്കുന്നത്, ഒരു ചെറിയ സ്ക്വയറിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ ഈ സ്ക്വയറിലെല്ലാം നല്ല രീതിക്കുള്ള ഒരാൾ ഇങ്ങനെ വന്ന് നിറയുന്നുണ്ട് കേട്ടോ. എല്ലാ കുടുംബത്തിലുള്ള ആളുകളും എല്ലാ കുടുംബങ്ങളും ഈ ഒരു പെരുന്നാൾ ദിവസങ്ങളിലെല്ലാം ഈ ഒരു സ്ട്രീറ്റിലേക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എല്ലാ മൾട്ടീസ് ആളുകളെയും നമുക്ക് ഈ ഒരു ഇപ്പം വന്നു കഴിഞ്ഞാൽ ഈ വഴി നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ നല്ല തിരക്കാണ്. ഈ ഒരുപാട് കടകൾ ഈ ഒരു നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ഒരുപാട് ഇതുപോലത്തെ കടകളുണ്ട്. അപ്പോൾ ഈ കടകളിലൊക്കെ ബർഗറുകൾ, ഹോട്ട് ഡോഗ്സ്, ചെറിയ ഡ്രിങ്കുകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതുപോലുള്ള കൊച്ചു പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ടോയ്സ് ബാക്കി കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരുപാട് കടകളും നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് ഇതുപോലുള്ള ഒരുപാട് കളർ മിഠായികളൊക്കെ നമുക്ക് ഇങ്ങനെ അടുക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇതിന് ഓരോന്നിനും ഓരോ ഫ്ലേവറുകളും ഓരോ ടേസ്റ്റുകളാണ് കേട്ടോ. ചില മിഠായികൾക്ക് ഓറഞ്ച് ആയിരിക്കും ടേസ്റ്റ്, ചില മിഠായികൾക്ക് മാംഗോ ആയിരിക്കും കേട്ടോ ടേസ്റ്റ്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഒരു സ്കൂപ്പ് സ്ട്രോബെറിയും ഒരു സ്കൂപ്പ് മാംഗോയും എടുത്തിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് കേട്ടോ ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്കതിങ്ങനെ പതിയെ കഴിച്ചിട്ട് നമുക്ക് ഇനി നമുക്ക് പള്ളിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ വന്നത് ആ ഒരു സ്ക്വയറിൻ്റെ ആ ഒരു റൗണ്ട് ബോർഡിൻ്റെ ഏരിയയിലേക്കാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ഓപ്പോസിറ്റ് ദിശയിലേക്ക് ഇങ്ങനെ നടന്നിട്ട് നമുക്ക് നേരെ ഈ പള്ളിയിലേക്ക് പോകാം. ആ ഒരു പള്ളി എങ്ങനെയാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ആ ഒരു പള്ളിയുടെ മുമ്പിലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്, ആ പള്ളിയുടെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെയാണ് കാണാനുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പതിയെ നടന്ന് നമുക്ക് ആ ഒരു പള്ളിയിലേക്ക് പോകാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് തന്നെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡും എല്ലാം ഇതുപോലുള്ള ഒരുപാട് കടകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ചെറിയൊരു ഡെസ്കും ചെറിയൊരു ഷോക്കേസും മാത്രമുള്ള ചെറിയ കടകളാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചിന്തി കടകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു വലുപ്പമുള്ളൊരു കടകളൊക്കെയാണ് ഈ പെരുന്നാൾ സ്ഥലങ്ങളിൽ ഉത്സവപ്പറമ്പിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത്രയും വലുപ്പമൊന്നും ഇവിടെ പറയാനേ ഇല്ല. അപ്പോഴത്തേക്ക് നമുക്ക് നേരെ നടന്നിട്ട് ഈ ഒരു പള്ളിയുടെ ഉള്ളിലേക്ക് നമുക്ക് പതിയെ നടന്ന് പോകാൻ വേണ്ടി പറ്റും കേട്ടോ. ഈ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു സ്റ്റേജ് കണ്ടോ, അതിവിടെ അതായത് ബാൻഡിന് പെർഫോം ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നമ്മുടെ നാട്ടിലും ഈ പെരുന്നാൾ സ്ഥലങ്ങളിൽ ഉത്സവപ്പറമ്പിലൊക്കെ ചെറിയ സ്റ്റേജുകളൊക്കെ കാണില്ലേ. അപ്പോൾ അതുപോലുള്ള സ്റ്റേജ് അറേഞ്ച്മെന്റ് ആണ് കേട്ടോ ആ റൈറ്റ് സൈഡിലേക്ക് പെട്ടെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത്. അപ്പോഴത്തേക്ക് നമുക്ക് പതിയെ ഈ ഒരു പള്ളിയുടെ മുമ്പിൽ ഇതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കാൻ വേണ്ടി പറ്റും കേട്ടോ. മുഴുവൻ ലൈറ്റ് വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഫുൾ എല്ലാ ഏരിയകളിലും ലൈറ്റിന്റെ ഒരു വിസ്മയം തന്നെയാണ്. ഈ നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ എല്ലാ മാൾട്ടീസ് ബിൽഡിങ്സിന്റെ ഉള്ളിലും ഒരു മഞ്ഞ ഷെയ്ഡ് ഉണ്ടായിരിക്കും. അതായത് ഒറിജിനൽ മാൾട്ടീസ് സ്റ്റോൺസ് കൊണ്ടാണ് ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സും ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു പള്ളി കണ്ടു, ഈ പള്ളിയും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊരു ചെറിയൊരു മഞ്ഞ വെളിച്ചം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതെല്ലാം അങ്ങ് ബൂസ്റ്റ് ആവും കേട്ടോ. ഭയങ്കരമായിട്ട് അങ്ങ് തിളങ്ങുന്ന പോലെ നമുക്ക് തോന്നും. അതേ ഒരു പ്രത്യേകതയാണ് ഈ ഒരു പള്ളിക്കകത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ആ ഒരു മുൻപിൽ കിടക്കുന്ന ആ ഒരു വിളക്ക് കണ്ടോ, എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. അതായത് 1600-കളുടെ അവസാനത്തോടെ പണി കഴിപ്പിച്ചൊരു പള്ളിയാണ് കേട്ടോ ഈ ഒരു ലിയ പള്ളി എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ഈ 2026 അല്ലെങ്കിൽ 2027 സമയമൊക്കെ ആകുമ്പോഴത്തേനും ഇതിന്റെ ഒരു ഏജ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എത്രത്തോളം പ്രായമായിട്ടുണ്ടായിരിക്കുമെന്ന്. അപ്പൊ അത്രയും ഓൾഡായിട്ടുള്ള, അത്രയും കഥകൾ പറയാനുള്ള, എത്രയോ ചരിത്രങ്ങൾ കണ്ട ഒരു വലിയൊരു പള്ളിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഈ നേറ്റീവായിട്ടുള്ള ആളുകൾ മാത്രമല്ല, നമ്മളെപ്പോലെയുള്ള ഇപ്പം ഈ ഒരു ഇന്ത്യയുടെ അങ്ങേക്കരയിൽ കിടക്കുന്ന കേരളത്തിൽ നിന്നുള്ള നമ്മൾ ഇപ്പോൾ മാൾട്ട നിൽക്കുന്ന പോലെ തന്നെ എല്ലാ ഏരിയകളിൽ നിന്നും, ഈ ലോകത്തിൻ്റെ ഏതൊരു മുക്കിൽ നിന്നും മൂലയിൽ നിന്നും ഇവിടെ നമുക്ക് ഒരാളെങ്കിലും കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അത്രയ്ക്ക് ഒരു കൾച്ചറൽ ആയിട്ടുള്ളൊരു ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യമാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു മാൾട്ട എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് നേരെ ഈ ഒരു പള്ളിയുടെ മുമ്പിൽ നിന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം. കാര്യം നമുക്കിനി പുറത്തേക്ക് പോയിട്ട് ഈ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. നല്ലൊരു വെട്ടിക്കെട്ടൊക്കെ നമുക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഫുള്ളൊരു വിജൃംഭിച്ച് നിൽക്കുന്ന ഒരു പള്ളി, അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇഷ്ടം പോലെ ആളുകൾ, ഒന്നും പറയാനില്ല, ഒന്നിനൊന്നും മെച്ചം. അപ്പം നമ്മളിതാ പള്ളിയോട് ഇവിടെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു വെടിക്കെട്ട് ഓൾറെഡി അവിടെ തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോഴെങ്കിലും പോയില്ലെങ്കിൽ നമുക്ക് മുഴുവൻ ആ ഒരു ആകാശ വിസ്മയം ഒന്നും കാണാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു വഴി കൂടെ നമുക്ക് പതിയെ നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് എല്ലാം കൂടെ ഇങ്ങനെ
സ്ട്രീറ്റിലേക്ക് ഇറക്കിയിട്ടിരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. ഇഷ്ടം പോലെ ആളുകൾ, ഇഷ്ടം പോലെ ജനത്തിരക്കൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി വരുന്നത്. എല്ലാവരും ഫുഡ് കഴിക്കുന്നു, ചെറിയ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വെടിക്കെട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറേ നേരം ഈ വെടിക്കെട്ട് കാണാം കേട്ടോ. ഞാൻ ഈ വെടിക്കെട്ട് ഷൂട്ട് ചെയ്തെടുക്കുന്ന പല ഏരിയകളിൽ നിന്നാണ് കേട്ടോ. ഒറ്റ ഏരിയയിൽ നിന്ന് മാത്രമല്ല. കാര്യം പല ആംഗിളിൽ നിന്ന് കാണുമ്പോഴായിരിക്കും അതിൻ്റെ ആ ഒരു ആകാശ വിസ്മയത്തിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. അതായത് ഞാൻ ഓരോരോ നല്ല വ്യൂ കിട്ടുന്ന ഓരോരോ ഏരിയകളിലേക്ക് ഇങ്ങനെ മാറി മാറി നിന്നിട്ടാണ് കേട്ടോ ഓരോന്നും ഇങ്ങനെ ഷൂട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ ഷോട്ടിലും നിങ്ങൾ കാണുന്ന വെടിക്കെട്ടിൻ്റെ ഓരോരോ രീതികൾ വ്യത്യാസമായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ നമ്മൾ വെടിക്കെട്ടിൻ്റെ കൊട്ടിക്കലാശത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവസാനഘട്ട വെടിക്കെട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. വെടിക്കെട്ടിന്റെ ഫുൾ വീഡിയോ ഇത് മാത്രം സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ ഉറപ്പായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.